അടിയന്തര യോഗമൊന്നുമില്ല. സാധാരണ രീതിയിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ഷൻ അവലോകനം ചെയ്യാൻ വേണ്ടി യോഗം കൂടുമല്ലോ, അത്രേ ഉള്ളൂ. നിലവിലെ മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ലോക്സഭാ പ്രാതിനിധ്യം രാജ്യസഭാ പ്രാതിനിധ്യമൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണല്ലോ. ആ നിലയ്ക്ക് ഇപ്പോൾ ഈ രാജ്യസഭാ സീറ്റ് വരുന്ന ചർച്ച നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്, ഓൾറെഡി ഉന്നയിച്ചിട്ട് കത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയൊന്നും നടന്നിട്ടില്ല. കേരള കോൺഗ്രസ് അവർക്ക് വേണം എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നമ്മുടെ ഒരു സാഹചര്യം അല്ല, എല്ലാവർക്കും ഒരു അഭിപ്രായം പറയാമല്ലോ. ഇപ്പം അവർ ഞങ്ങൾക്ക് സീറ്റ് വേണ്ടാന്നൊന്നും പറയില്ലല്ലോ, വേണമെന്നല്ല പറയുന്നത്. ആ സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ LDF വരുമ്പം രാജ്യസഭാ സീറ്റായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് രണ്ടാൾക്കും ആ പരിഗണന കേരള കോൺഗ്രസിന് മാത്രമുള്ളതല്ല. അർഹമായൊരു പരിഗണന കിട്ടുന്നില്ല എന്ന് കരുതുന്നു. ആ പരാതി പാർട്ടിക്കുള്ളിലുണ്ട്. അല്ല, അത് അറിയിച്ചിട്ടുണ്ട്. LDF കൺവീനർ അറിയിച്ചു, ഗോവിന്ദ മാഷ് അറിയിച്ചു. അവർ വിളിച്ച് സംസാരിക്കുകയും ചെയ്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ചർച്ച നമ്മൾ നേരത്തെ നടത്തിയിരുന്നു. ഉപേക്ഷിച്ച് ചർച്ച നടത്താമെന്നാണ് പറഞ്ഞത്. ആവശ്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ഇവിടെ പറയണോ? ഇത് പറയേണ്ട വേദി പറഞ്ഞാൽ പോരെ. മന്ത്രിസ്ഥാനം പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്. ഞങ്ങൾക്ക് മാത്രമാണ് മന്ത്രിസ്ഥാനം കിട്ടാത്തത്. ആ ഒരു പ്രതിഷേധം പാർട്ടിക്കുള്ളിലുണ്ട്, നല്ലപോലെ തന്നെ ഉണ്ട്. അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കടുത്ത നിലപാടാണ് നമുക്ക് വേണ്ടത്. അത് പാർട്ടി ചർച്ച ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് പറയാം. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവിയാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യുമല്ലോ. തോൽവിക്ക് പോയതെന്നാണ് ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്തില്ല, അത് തന്നെയാണ് പ്രധാന കാരണം. വലിയൊരു ഭൂരിപക്ഷത്തിൽ അതിന് ഇത്ര ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതല്ല. അതിപ്പം ഈ മോദിയുടെ മൂന്നാം വരവിനെ കുറിച്ച് ആശങ്കയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യ മുന്നണി LDFൻ്റെ ഭാഗമാണെങ്കിലും ഇവിടെ LDF UDF തമ്മിലാണല്ലോ പോരാട്ടം. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്സിന് കൂടുതൽ കരുത്ത് പകരാമെന്നത് വിചാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ സർക്കാർ വിരുദ്ധതയുണ്ട്. അത് പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ഇപ്പം ഈ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ മുതലായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അത് കരുതിക്കൂട്ടി കേരളത്തെ അല്ലെങ്കിൽ LDFനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. സർക്കാർ വിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. ആ തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കും. തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു കനത്ത തോൽവി ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? തൃശ്ശൂരിൽ തോൽവി പ്രതീക്ഷിതമല്ല. പക്ഷേ ഇവിടെ എന്തോ അതിന് വിപരീതമായിട്ടാണ് നടന്നത്. അതിപ്പം സമഗ്രമായ അന്വേഷണം CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു സംയുക്തമായ അന്വേഷണം വേണമെന്നാണ് CPI ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടു കാണും. പിന്നെ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഇന്നലെ യെച്ചൂരിനെ കണ്ടിരുന്നു. അപ്പോൾ ആ തരത്തിൽ അന്വേഷിച്ചിട്ട് എന്താണ് പോരായ്മകൾ, എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി ചെയ്യണം. ഏതായാലും BJP ഇതൊരു താൽക്കാലികമായ ജയമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പറഞ്ഞ CPI എങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. CPI കൂടിയുള്ള ഒരു തീർച്ചയായിട്ടും അത് വളരെ ആഴത്തിൽ പഠിച്ച് അന്വേഷിച്ച് അതിനുള്ള എവിടെ തെറ്റുകൾ വന്നോ എവിടെ പോരായ്മ വന്നോ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അല്ല, അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. CPI പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജനതാ പാർട്ടിയുടെ ലയനത്തെ സംബന്ധിച്ച് അധ്യായങ്ങൾ അടങ്ങും. അത് ചോദിക്കേണ്ടത് എന്നോടല്ല. ഞാനെപ്പോഴും ആ അധ്യായം തുറന്നു വെച്ച ഒരാളാണ്. അത് ചോദിക്കേണ്ടത് മറ്റേ ജനതാദൾ എന്നോടാണ്. ഇപ്പോൾ ഇലക്ഷനിൽ കണ്ടത് കേരളത്തിൽ LDFൻ്റെ ഒപ്പം ജനതാദളിൻ്റെ കൊടിയും കർണാടകയിൽ BJPക്കൊക്കെ ജനതാദളിൻ്റെ കൊടിയാണ് കണ്ടത്. അപ്പോൾ അവരെന്നെ അത് കാര്യം മനസ്സിലാക്കി യോജിച്ചു പോകേണ്ട ഒരു നിലപാടിലേക്ക് അവരെത്തണം.